എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിന് ഓവനോ ഒന്നും ആവശ്യമില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗളിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ നെയ്യ് മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സാക്കിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഷേപ്പിൽ അത് നിൽക്കണം. എന്നിട്ട് കൈകൊണ്ട് ഉടയ്ക്കുമ്പോൾ ഉടയുന്ന ഒരു പാകത്തിലാവണം. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയിൽ ഒരു 3-4 ഏലക്ക ചേർത്ത് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. വല്ലാണ്ടങ്ങ് പൊടിഞ്ഞു പോയിട്ടില്ല, ചെറിയ തരിതരിപ്പുള്ള രീതിയിലാണ് പൊടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര വരെ ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് മധുരം കുറഞ്ഞ ടൈപ്പിലാണ് ചെയ്തേക്കുന്നത്. ഇനി അതും കൂടി ഒന്ന് യോജിപ്പിച്ച് വെക്കാം. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ പാല് ചേർത്ത് കൊടുത്ത് ഈ ഒരു പരുവത്തിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മിക്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി പാലൊന്നും ചേർക്കണ്ട. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചപ്പാത്തി മാവിൻ്റെ ഒരു പാകത്തിനൊക്കെ പോലെ ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടി ഞാനൊരു 3 ടേബിൾ സ്പൂൺ നട്ട്സ് ചെറുതായിട്ട് ഞുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂവും ആൽമണ്ട്സും എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി വെക്കുക. ഇപ്പോൾ ബിസ്ക്കറ്റിൻ്റെ ആ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഒരു ചെറിയ ഡിസൈനിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബിസ്ക്കറ്റിൻ്റെ ഒരു ഷേപ്പിലൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ബിസ്ക്കറ്റ് എല്ലാം ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഈ ഒരു തിക്നെസ് ഉണ്ടാവും. പക്ഷേ ഇത്രയൊരു തിക്നെസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ക്രിസ്പി ആവാതൊന്നും കിട്ടത്തില്ല. നന്നായിട്ട് തന്നെ നല്ല മൊരിഞ്ഞ് കിട്ടും. പിന്നെ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിൽ എണ്ണ വെച്ച് അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം ചൂടായിരിക്കരുത്. അധികം ചൂടായിരുന്നാൽ ബിസ്ക്കറ്റിൻ്റെ പുറം ഭാഗം മൊരിഞ്ഞു പോവും, അകോട്ട് നന്നായിട്ട് ക്രിസ്പിയായി കിട്ടത്തുമില്ല. അപ്പോൾ നമ്മൾ ഈ മാവ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഈ എണ്ണ തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു പാകത്തിന് എണ്ണ ചൂടാക്കി എടുത്താൽ മതിയാവും. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ താഴ്വശം ഒന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ കഴിക്കാനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അധികം സമയമൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന ബിസ്ക്കറ്റിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്